നിന്റെ അച്ഛനൊരു വാഴ വെച്ചാൽ തീരാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സച്ചി. എടാ മയിരെ, നിന്റെ തന്തയെ ആ സമയത്ത് ഒരു ഉറയിടുന്ന ആ നേരം മതിയായിരുന്നു. ആ നേരം വേണ്ടായിരുന്നു. ആ ഉറ നിന്റെ തന്തയുടെ പറയില് ഒന്ന് ഘടിപ്പിക്കുന്ന അത് മതിയായിരുന്നു. അപ്പൊ നീ ഇവിടെ വന്ന് എഴുതാൻ പോലും ഉണ്ടാവത്തില്ല. നീ എന്റെ തന്തയ്ക്ക് പറയുന്നു. പിന്നെ നിന്റെ തന്ത പിന്നെന്ത്? നിന്റെ തന്തയുടെ പറയിലൊരു റബ്ബറിന്റെ എന്തും ആ സാധനത്തിന് വരില്ല. ഊതി ഇങ്ങനെ വലിയുന്നത് അത് വലിച്ചൊന്ന് കെട്ടിയിട്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്റെ അസമയത്തിൽ പോലും വരുത്തില്ലായിരുന്നു. എന്റെ തന്തയുടെ നല്ല ബീജമാണ്. അതാണ് എന്നെ പോലൊരാളിനെ നല്ല തന്തയും തള്ളയും, അതായത് ചാച്ചനും അമ്മയും ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ഐശ്വര്യമുള്ള സുന്ദരിയായ ഒരു മകളെ അവർക്ക് കിട്ടിയത്. നല്ല ഗർഭപാത്രത്തിൽ തന്നെ ഞാൻ പിറന്നു. നല്ല ബീജം, നല്ല ഗർഭപാത്രം. അതാണ് ഇത്രയും അതിസുന്ദരിയായ ഒരു മകളെ, തങ്കക്കുടം പോലൊരു പൈതലിനെ അവർക്ക് കിട്ടിയത്. തുടുത്ത കവിളുകളും നല്ല ചുണ്ടുകളും വിടർന്ന കണ്ണുകളും നല്ല പുരികക്കൊടികളും ഉരുണ്ട മാറിടവും ഒതുങ്ങിയ അരക്കെട്ടും വീണ പോലെയുള്ള നിഗംബവും കുശിത തോന്നുന്ന മുഖവുമുള്ള സുന്ദരിയായ ഒരു മകളെ കിട്ടി. എന്റെ തന്ത വാഴ വയ്ക്കാൻ പോയതല്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇത്രയും മനോഹരിയായ ഒരു മോളെ കിട്ടിയത്. നല്ല വാഴപ്പഴം കഴിച്ചിട്ടാണ് അദ്ദേഹം പോയത് കേട്ടോ. അദ്ദേഹം വാഴയും വെച്ചു, വാഴപ്പഴം കഴിച്ചു, നല്ലൊരു സുന്ദരിയായ മകൾക്ക് ജന്മവും കൊടുത്തു. നിന്റെ തന്തയോ വാഴ. എല്ലാവരും ലെഫ്റ്റ് അടിച്ചു പോകുന്നു. നീ ലെഫ്റ്റ് അടിച്ചങ്ങ് പോയിട്ടോ കേട്ടോ. നീ പോയി, നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്നെ വർണ്ണിക്കുന്നു തോന്നുന്നു.